ധനസുമോദിലേക്ക് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പോകുന്നു. ധനസുമോദ്, ഇവിടെ ദേശീയ നേതൃത്വത്തെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കൺവിൻസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അവിടെ, അതൊന്ന് പറയാമോ? ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ളൊരു കാര്യം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധി വിളിച്ചേർത്ത യോഗത്തിലും രാഹുൽ ഗാന്ധി കൃത്യമായി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്നത് നിയമസഭ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഒരു മിന്നുന്ന വിജയം ജയിച്ചാൽ മാത്രമാണ് ജനങ്ങൾക്ക് ഈ ഞാനൊന്ന് വരാം. ഇപ്പോൾ MK ഷുക്കൂർ കൂടി എന്നോടൊപ്പം ഉണ്ട്, കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, അവിടെ എന്താണ് ഇപ്പൊ ഇന്നത്തെ യോഗത്തിനകത്ത് തന്നെ തീരുമാനങ്ങൾ എടുത്തല്ലോ? ആ തീരുമാനം പല വെല്ലുവിളികളെയും സമ്മർദ്ദങ്ങളെയും നമ്മൾ പരിഗണിക്കുക പോലും വേണ്ട എന്നാണ് അതിലുണ്ടായ ചർച്ച നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് ഡീറ്റെയിൽസ് അവൈലബിൾ ആണോ? എന്താണ് ആ യോഗത്തിന്റെ പൊതുവികാരം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച്? നിഷാദ്, കളമശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ KPCCയുടെ ഉന്നത നേതൃത്വം മണിക്കൂറുകളോളം യോഗം ചേർന്ന ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം ആ യോഗം സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്ന് തന്നെ പറയാം. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആരെയൊക്കെ എങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഈ യോഗം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, A ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിന് ഷൗക്കത്തിനോട് വിയോജിപ്പുണ്ട്. അത് MM ഹസനും KC ജോസഫിനുമായിരുന്നു. ഇവർ രണ്ടുപേരും ഷൗക്കത്തിനോടുള്ള അതൃപ്തി വളരെ കൃത്യമായി തന്നെ ഈ KPCC നേതൃത്വത്തെ കൂടി അറിയിച്ചിരുന്നു. ഇവരുമായിട്ട് തന്നെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ചർച്ച ചെയ്ത് അവരുടെ പരാതികൾ പരിഹരിക്കുകയും ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ K മുരളീധരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയ മുൻ KPCC നേതാക്കളുടെയും അഭിപ്രായം ഇക്കാര്യത്തിൽ ഈ നേതൃത്വം തേടി. കൊടിക്കുന്നിൽ സുരേഷ് കൂടി ഈ ചർച്ചയിൽ പങ്കാളിയായി. ഇവരെല്ലാം ഫോണിലും മറ്റും ഈ ചർച്ചയുടെ ഭാഗമായി. അതിനുശേഷമാണ് ഈ ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പ് ഉണ്ടാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി മുതലാണ് ഈ ഒരു ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാൻ PV അൻവർ ശ്രമിച്ചത്. രാത്രി 12:30 കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം വിളിച്ച് തനിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എടുക്കണം, അത്തരമൊരു പരസ്യ പ്രഖ്യാപനം വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ആ ഒരു ആവശ്യത്തിന് വഴങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ടായി. അത് ഇന്നത്തെ യോഗത്തിൽ പഴയ തീരുമാനം അവർ ആവർത്തിച്ചു. ഒരു മാസം മുമ്പ് കന്റോൺമെന്റ് ഹൗസിൽ നടന്ന UDF യോഗത്തിലെടുത്ത തീരുമാനം ആവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് ഉചിതമായ സമയത്ത് PV അൻവറിനെ UDFൽ എടുക്കുന്ന തീരുമാനം ഉണ്ടാകും. നിലവിൽ UDFുമായി സഹകരിപ്പിക്കുക എന്നുള്ള ആ തീരുമാനം തുടരും. അതല്ലാതെ ഈ ഒരു സമയത്ത് സമ്മർദ്ദമുണ്ടാക്കി ഒരു തീരുമാനം എടുപ്പിക്കാൻ അൻവർ ശ്രമിക്കരുത്. അതിന് തൽക്കാലം വഴങ്ങേണ്ടതില്ല. ഇക്കാര്യം ഈ യോഗത്തിനിടെ PV അൻവറിനെ വിളിച്ച് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ എല്ലാ സമ്മർദ്ദങ്ങളെയും പരിഹരിച്ച് അല്ലെങ്കിൽ പരിഗണിച്ചു കൂടിയാണ് ഇത്തരമൊരു തീരുമാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ അൻവർ ഈ ഒരു സമയത്ത് വിവാദമുണ്ടാക്കിയത് ഈ UDFനുള്ള മുൻതൂക്കം വലിയ തോതിൽ കുറയ്ക്കാൻ കാരണമായി എന്നൊരു വിലയിരുത്തൽ ഈ യോഗം നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായി പക്വതയില്ലാത്ത ഒരു നടപടിയാണ് അൻവർ ചെയ്തത് എന്നൊരു വിലയിരുത്തലും കളമശ്ശേരിയിൽ ചേർന്ന KPCC ഉന്നതതല യോഗത്തിൽ ഉണ്ടായി.